എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് കാർട്ടൂൺ വരെയല്ല ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് നമ്മുടെ പേരൂർക്കടയിലെ HLL ലിമിറ്റഡ് അവരുടെ ആൻറ്റി നാർക്കോട്ടിക് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു കാർട്ടൂൺ എക്സിബിഷനെ പറ്റിയാണ് ഇന്നത്തെ. ഈ ലഹരിക്കെതിരായ കാർട്ടൂൺ എക്സിബിഷനായിരുന്നു ഈ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. പേരൂർക്കടയിലെ നമ്മൾ പൊതുമേഖലാ സ്ഥാപനമായ HLL അവരുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് നടത്തിയ ആൻറ്റി നാർക്കോട്ടിക് ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു ഈ കാർട്ടൂൺ എക്സിബിഷൻ. ഇതിനകത്ത് മറ്റേ മുൻ DGPയും എക്സൈസ് കമ്മീഷണറും ഒക്കെ ആയിരുന്ന ആനന്ദകൃഷ്ണൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഈ കാർട്ടൂണിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. കുടിക്കുമ്പോൾ കൂടെ കുടിക്കാൻ 1000 പേർ വരും. വളരെ അർത്ഥവത്തായ വരികൾ. ഏറ്റവും കൂടുതൽ സൗഹൃദം നിലനിൽക്കുന്നത് മദ്യത്തിലൂടെയാണ്. പക്ഷേ ആ സൗഹൃദത്തിനിടയ്ക്ക് തന്നെ എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സുഹൃത്തിനെ കെട്ടിക്കൊല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മദ്യപാനം കൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ്. അത് നമ്മുടെ ഒരു ശാപം തന്നെയാണ്. ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏത് കുടുംബങ്ങളെടുത്താലും മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഏറ്റവും വലുത് തന്നെയാണ്. മദ്യപിക്കാതിരുന്ന് ഞാൻ പല വ്യക്തികളെയും ഞാൻ സംസാരിക്കുമ്പോൾ പല സ്ത്രീകളോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് മദ്യപിക്കാതിരുന്നാൽ എൻ്റെ ഭർത്താവ് ഏറ്റവും നല്ല വ്യക്തിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മദ്യം അതിൻ്റെ കണങ്ങൾ തലച്ചോറിൽ ചെലുത്തി ഉണ്ടാക്കുന്ന ദുസ്വഭാവങ്ങളാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണമാകുന്നത്. അത് മാത്രമല്ല, ഒരു രാജ്യത്ത് മദ്യത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു സംസ്ഥാനം നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ അധാർമികമാണ്. അധാർമികമായി നമ്മൾ നേടിയെടുക്കുന്ന ധനം കൊണ്ട് ജീവിതം സുരക്ഷിതമാക്കാമെന്ന് വെച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അധർമ്മത്തിലൂടെ നേടിയെടുക്കുന്ന ധനം ഒരിക്കലും നല്ല രീതിയിലായിട്ട് ഭാവിയിൽ സുരക്ഷിതമായിട്ട് സുഖമായിട്ട് ഉണ്ടാകാൻ ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുടിക്കാതിരിക്കട്ടെ, 1000 പേർ വരാതിരിക്കട്ടെ, പകരം മനസാക്ഷിയുള്ള കുടിക്കാത്ത 1-2 പേർ മാത്രം വരാതിരിക്കട്ടെ എന്ന സന്തോഷത്തോടെ അറിയിക്കുന്നു. ഈ കാർട്ടൂൺ ഇന്നത്തെ ലഹരി വിരുദ്ധ ദിനം, ഈ മാസം ലഹരി വിരുദ്ധമായി ആചരിക്കുമ്പോൾ ഈ കാർട്ടൂണുകളെല്ലാം നമുക്ക് ജനങ്ങൾക്ക് ബോധവൽക്കരണം ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. കുഴപ്പമുണ്ടോ എന്തെങ്കിലും 2 വാക്ക് പറയാമോ? എക്സിബിഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? കാർട്ടൂൺ എക്സിബിഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയില്ലാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലും നമ്മുടെ സമൂഹത്തിലും സ്കൂളിലും കോളേജിലും ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നതാണ് ലഹരിയുടെ ഉപയോഗം. അപ്പോൾ സാർ ഇത്രയും നന്നായിട്ട് ഈ ടീം സെലക്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചതിന് അഭിനന്ദനങ്ങളുണ്ട്. നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു. വലുതും ചെറുതുമായ പ്രശ്നങ്ങൾ. ഇപ്പൊ ഒരു ചൊല്ലുണ്ടല്ലോ, നമ്മള് ഉറുപ്പ് കഴിച്ചാൽ മറ്റവരെ മാപ്പ് കഴിക്കാം, അല്ലെങ്കിൽ മറ്റവരെ മാപ്പ് കഴിക്കുന്നത് നമ്മൾ ഉറുപ്പ് കഴിക്കുന്ന പോലെ. അതായത് ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്നവന് ഒരു വലിയ അപകടം വന്നാലും നമുക്ക് വലിയ പ്രശ്നമല്ല. പക്ഷെ നമുക്കൊരു ചെറിയ അപകടം വന്നാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മള്
ആലോചിച്ചാൽ കാണാന്നുള്ളത്. നമ്മളിപ്പം പത്രം എടുത്ത് നോക്കിയാൽ ലോകത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ കുഴപ്പമുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നു അതൊക്കെ വെച്ച് നമ്മൾ വിഷമിക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ പാലസ്തീനെയും ഇസ്രായേലിനെയും കുറിച്ച് കുറച്ച് കൊടിയൊക്കെ പിടിച്ച് പോവും, അതൊരു ഫാഷനായിട്ട്. ഒന്ന് വരയ്ക്കാനുള്ളൊരു ഒരു കല അതിനകത്തുണ്ടാവണം, പിന്നെ നർമ്മം വേണം, പിന്നെ അതിനകത്തൊരു സന്ദേശം ഉണ്ടാകണം. ശ്രീ ഹരികുമാർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വളരെ ആപത്കരമായ ഒരു പ്രവണതയെക്കുറിച്ചുള്ള കാർട്ടൂണുകളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ലഹരിയെക്കുറിച്ച്, ലഹരിയുടെ വിപത്തിനെക്കുറിച്ച്, അതിനെക്കുറിച്ച് വളരെ സരസമായിട്ട് വളരെ ഹാസ്യരൂപത്തിലാണെങ്കിലും വളരെ കൃത്യമായ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വരച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ ശരിക്ക് ഒരു നല്ല വിരുന്ന് തന്നെയാണ്. അത് കുട്ടികളും മാതാപിതാക്കളും മുതിർന്നവരും എല്ലാവരും അത് കാണണം, അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളണം. അത്തരത്തിൽ നമുക്ക് ആ വിപത്തിനെ തടഞ്ഞു നിർത്താൻ സാധിക്കണം. അതിന് ശ്രീ ഹരികുമാർ ചെയ്യുന്ന യത്നം വളരെ വലുതാണ്. അദ്ദേഹത്തിന് എത്ര പ്രശംസിച്ചാലും മതിയാകും.